ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അമ്മ എന്ത് അച്ചാറിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മ അച്ചാറിടുമ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ താത്താൻ്റെ ഹസ്ബൻഡ് പോവാണ്. അപ്പോൾ അവർക്ക് വേണ്ടി മാങ്ങച്ചാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അച്ചാറുണ്ടാക്കിയാൻ തുടങ്ങിയാലോ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഇളക്കി അത് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തീ കൂട്ടി വെച്ച് ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഇഞ്ചി വെളുത്തുള്ളി നല്ലവണ്ണം ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും മിക്സിയിൽ അരച്ച് വെച്ചതുണ്ട്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ അച്ചാറിന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അച്ചാർ നല്ലവണ്ണം കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അതിലേക്ക് ചേർക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മിക്സിയിൽ അരച്ചത് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ അരച്ചതാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ആ എണ്ണയിൽ ഒക്കെ മുഴുവനായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തെങ്ങാണ്ട് അത് മൊത്തത്തിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പുറത്ത് ഉമ്മ ഉണ്ടാക്കുന്നത് എല്ലും പുളിയാണ്, എല്ല് വേവിച്ചെടുത്തതാണ്. അപ്പം ഉമ്മൻ്റെ എല്ലും പുളിയൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ടായില്. അങ്ങനെ അത് കുറച്ച് നേരം വഴറ്റി നിന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കുന്നത് അച്ചാർ പൊടി കുറച്ചധികം അച്ചാർ പൊടി മാത്രമേ പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ. അച്ചാർ പൊടി ചേർത്ത് കൊടുക്കണം. അച്ചാർ പൊടി ചേർത്ത് കൊടുത്തപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഈ അച്ചാർ പൊടി മിക്സുമായിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഇട്ട ഉപ്പിൽ കൂടുതൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് ഒന്നും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വിനാഗിരി സുർക്കയാണ് ചേർത്തിട്ടുള്ളത്. സുർക്ക കുറച്ച് ചേർത്തിട്ട് ഈ മിക്സ് നല്ലോണം ഇളക്കി മിക്സാക്കി വെച്ചു. കുറച്ചും കൂടി സുർക്ക ആഡ് ചെയ്തിട്ട് ഇതൊന്നും കൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് കൊടുത്തയക്കാനുള്ളതാവുകൊണ്ട് നല്ലോണം സുർക്ക ഒഴിക്കാൻ പാടില്ല, കാരണം അത് പിന്നെ ഒലിച്ചിറങ്ങുകയൊക്കെ ചെയ്ത്. അപ്പോൾ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഈ മാങ്ങ വീട്ടിലുള്ള മാങ്ങയല്ല, വാങ്ങിച്ച മാങ്ങയായിരുന്നു. മാങ്ങ കുറച്ച് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് എക്സ്ട്രാ പഞ്ചാരയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാങ്ങ ഈ മസാലയായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ പാത്രം കുറച്ച് ചെറുതാവുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പാത്രത്തിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ അടച്ചു വെച്ചു. പിറ്റേ ദിവസമാണ് അത് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിലേക്ക് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ മസാലയായിട്ട് നല്ലോണം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അടച്ചിങ്ങാണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നാളെ മാത്രമേ നോക്കി നോക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.